ഇന്നിപ്പോ CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ പ്രകാശ് ബാബു നടത്തിയ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അതിനുശേഷം അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇന്നത്തെ ചർച്ചയുടെ ആധാരം. ആ ചർച്ചയിലുടനീളം CPI കുറെ ഗുണദോഷങ്ങൾ പറയുകയാണ്. അപ്പൊ അവർക്ക് തന്നെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. CPI എന്ന് പറയപ്പെടുന്ന ഘടകകക്ഷിയേക്കാൾ വലുതാണ്, അഥവാ CPIയേക്കാൾ ഏറ്റവും കൂടുതൽ ഇടം കിട്ടേണ്ട വെയിറ്റുള്ള പാർട്ടിയാണ് ശ്രീ MR അജിത് കുമാർ എന്നുള്ള കാര്യം CPIക്ക് ഇപ്പൊ ബോധ്യപ്പെട്ട് കാണും. CPI എന്നും പിണറായി വിജയൻ ഒന്നുമല്ല, MR അജിത് കുമാറാണ് താരം. CPI പക്ഷേ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് പൊളിറ്റിക്സ് ആണ്. അത് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അന്തിമമായി അംഗീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പിൻബലത്തിന്റെയും രാഷ്ട്രീയ അജണ്ടയുടെയും പേരിലാണ് ഈ മുന്നണി പോകുന്നത്. ആ മുന്നണിയുടെ നയത്തിൽ നിന്ന് മാറാൻ ആർക്കും മാറാൻ അവകാശമില്ല. CPM-നും CPIക്കും കൂടി ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിൽ എന്തെങ്കിലും തരത്തിലുള്ള നയവൈദഗ്ധ്യങ്ങൾ ഉണ്ടായാൽ ആ തരത്തിലുള്ള വ്യതിയാനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൂടി അറിയണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു IPS ഉദ്യോഗസ്ഥൻ ഈ ഗവൺമെന്റിന്റെ നയത്തിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ കൂടി സമ്മതത്തോടു കൂടി അല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കേവലം അദ്ദേഹത്തിനെ IPS-ന്റെ മാനുവൽ പ്രകാരം എടുത്ത് പുറത്തെറിയണമെന്നൊന്നും അല്ല അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് കൂടി എങ്കിലും മാറ്റിക്കൂടെ എന്നാണ് CPI ദയനീയമായിട്ട് ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ്, വർഗീയതയുമായിട്ട് സന്ധിയില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ നിയമത്തിലൊക്കെ പറയാറുണ്ടല്ലോ, വൈകി വരുന്ന നീതി നീതിയേ അല്ല എന്നതുപോലെ തന്നെ ഇതും നീതിയല്ലാതായി മാറിത്തീരും, പിന്നീട് ADGP മാറ്റത് ഇതുകൊണ്ട് പ്രയോജനമില്ലാതായി തീരുമെന്നാണ് CPI പറയുന്നത്. CPI അങ്ങനെ പറയുന്നത് കൊണ്ട് UDF-ന് അതിനകത്ത് എന്തെങ്കിലും വലിയ ചലനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. CPI കുറെ കാലമായി ശ്രീ വെളിയം ഭാർഗവനും ശ്രീ CK ചന്ദ്രപ്പനും ഒക്കെ നയിച്ചിരുന്ന CPI അല്ല ഇന്നത്തെ CPI. ഇപ്പൊ CPIയുടെ ഇന്നിപ്പോ ശ്രീ ബിനോയ് വിശ്വം ഒന്നും പ്രതികരിച്ചിട്ടേ ഇല്ലല്ലോ. CPI എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം വിളിക്കുമ്പോ പിണറായി വിജയൻ ഒരു കുറിപ്പെടുത്ത് വായിച്ചിട്ട് പിന്നെ അങ്ങനെ തീരുമാനിക്കുകയല്ലേ എന്ന് പറയുമ്പോ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ചായ കുടിച്ച് പിരിയുന്ന ഒരു പ്രാധാന്യം മാത്രമേ ഇന്നിപ്പോ CPIക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനകത്ത് വലിയ ഹോപ്പൊന്നും കാണുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സംസ്ഥാനത്തിന്റെ സർക്കാരും പിടിച്ചു നിൽക്കാൻ വെമ്പൽ കൊണ്ട് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി RSS എങ്കിൽ RSS, അവരുമായിട്ടെങ്കിൽ പരസ്യമായിട്ട് രഹസ്യമായിട്ട് ഒരു മുന്നണി ധാരണ പോലെ ഒരു പരസ്പര ഐക്യത്തിന്റെ അടവ് നയം ഉണ്ടാക്കുന്നതിന്റെ ഒരു സ്ലോ പ്രോസസ് കഴിഞ്ഞ കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ആ സ്ലോ പ്രോസസ്സിന്റെ ഭാഗമാണ് നമ്മളിപ്പോ ഈ അടുത്ത കാലത്തായിട്ട് അടിക്കടിക്ക് ഒരേ കാര്യങ്ങൾ. അതിന്റെ ഒരു ഭാഗമാണ് ഈ പറയപ്പെടുന്ന പോലെ ഹൊസബളയെ കണ്ടത്, രാമാധവനെ കണ്ടത്. അതിനകത്ത് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ ചില താല്പര്യങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തുമായി ബന്ധപ്പെട്ട ചില സംരക്ഷണത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഒക്കെ ആണെങ്കിലും ഞങ്ങൾ ഇതിനെ കാണുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. നിങ്ങൾ അതിനുശേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ കഴിഞ്ഞ കുറെ കാലമായി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള CPM നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ കാഫിർ സ്ക്രീൻഷോട്ട് മുതൽ അതിന്റെ അന്വേഷണത്തിലെ അട്ടിമറിച്ചത് മുതൽ, അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്ലോ ആക്കിയത് മുതൽ ഇങ്ങോട്ടെടുത്താൽ EP ജയരാജൻ ജാവദേക്കറെ ഞാൻ കണ്ടു എന്ന് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഒരു ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല, അദ്ദേഹം അത് സമ്മതിക്കുന്നത് മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോന്നായിട്ട് നിങ്ങളെടുത്ത് പരിശോധിക്കും. ഇപ്പൊ ഏറ്റവും അവസാനം നിങ്ങൾ ആലോചിക്കേണ്ടത് RSS-ന്റെ 2 നേതാക്കന്മാരെ രാമാധവനെയും ഹൊസബളയെയും ADGP കണ്ടു എന്നുള്ളത് കൂടി നിങ്ങൾ ചേർത്ത് വായിക്കുക. അതിനുശേഷം ഏറ്റവും അവസാനം ശ്രീ P ജയരാജന്റെ ഒരു പുസ്തകം പുറത്തു വന്നിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം ആരോപിക്കപ്പെടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഉൾപ്പെടെയുള്ള ചില ഭൂമികകളുണ്ട്. എല്ലാം കൂടി നിങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ, CPM ഒരു സെമി കേഡർ RSS ആയി സ്ലോ പ്രോസസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ആഭ്യന്തരമന്ത്രിക്കെതിരായി കേരളത്തിലെ ജനങ്ങളും മാധ്യമപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും കൃത്യമായിട്ട് ആരോപിച്ചത് പോലീസിന്റെ നിയന്ത്രണം പിണറായി വിജയൻ ഇല്ല, പോലീസിനകത്ത് RSS തുഴഞ്ഞു കയറിയിട്ടുണ്ട്, RSS-ന്റെയും BJP-യുടെയും താല്പര്യപ്രകാരമാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് എന്ന് ആരോപിക്കപ്പെട്ടു. പല സന്ദർഭങ്ങളിലൂടെയാണ് അത് വന്നത്, അത് ഒരു ഒറ്റ പ്രോസസ് അല്ല. പക്ഷെ ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ഓരോന്നിന്റെ അടുക്കി വെച്ചാൽ EP ജയരാജൻ, P ജയരാജൻ, അതുപോലെ തന്നെ ശൈലജയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഈ മേധാവിയെ കണ്ടു എന്ന് പറയപ്പെടുന്ന ആരോപണങ്ങൾ, രാമാധവനെ കണ്ടു എന്ന് പറയപ്പെടുന്ന ആരോപണങ്ങൾ എല്ലാം കൂടി കൂട്ടിവെച്ച് വായിക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി
അതീവ സൂക്ഷ്മതയോടുകൂടി ഇപ്പൊ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കാത്തത് നേരത്തെ ഹസ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇക്കാര്യത്തിൽ എടിപിടി എന്ന് പറഞ്ഞ് ചാടിക്കയറി ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് മുന്നണിക്കായാലും സർക്കാരിനായാലും പറ്റില്ല എന്നതുകൊണ്ടാണ് എന്നാണ് സർക്കാരിന്റെ വാദം. അല്ലെങ്കിൽ ഹസ്കർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വാദം. അത് ബോധ്യപ്പെടില്ലേ? അത് ബോധ്യപ്പെട്ടിട്ടില്ലേ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് എടുപിടി അങ്ങോട്ട് മാറ്റണോ? അന്വേഷിച്ചിട്ട് പോരെ? അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? അന്വേഷിച്ചാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തി എന്ന് വരും. ADGP RSSനെ കണ്ടു എന്ന് പറയപ്പെടുന്ന സത്യത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടിനാൽ മൂടിവെക്കപ്പെട്ടു എന്നും എടുത്തു മാറ്റപ്പെട്ടു എന്ന് വരും. അത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയിലേക്ക് പോകും. ശശിയിലേക്ക് പോയാൽ അത് പിണറായി വിജയനിലേക്ക് തിരിയും. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത്രയേ ഉള്ളൂ. എന്താണെന്നറിയോ? ഇവിടെ കഴിഞ്ഞ കുറെ കാലമായി ഇപ്പൊ ഇന്ന് ഏറ്റവും അവസാനം ഇപ്പോ സുജിത് ദാസിനെതിരായിട്ട് വിജിലൻസ് എൻക്വയറി പ്രഖ്യാപിച്ചു. DGP തന്നെ ശുപാർശ ചെയ്താണ് രണ്ട് കാര്യങ്ങൾ. എന്താണ് DGP ശുപാർശ ചെയ്തത്? ADGPക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ സ്വയം സമ്പാദ്യവുമായി ബന്ധപ്പെട്ട വിഷയം, സ്വത്ത് സമ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും, സുജിത് ദാസുമായി ബന്ധപ്പെട്ട വിഷയത്തിലും, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലും രണ്ടുപേർക്കെതിരെയും വിജിലൻസ് എൻക്വയറി ആകാം. ഇവിടെ സുജിത് ദാസ് എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബവുമായിട്ടൊന്നും വല്ലാത്ത അടുപ്പമൊന്നും ഇല്ലാത്ത, RSSുമായിട്ട് നേരിട്ട് പരിചയമില്ലാത്ത, രാഷ്ട്രീയ ബാന്ധവത്തിന്റെ മെസ്സഞ്ചറായി പ്രവർത്തിക്കാത്ത സുജിത് ദാസിനെതിരായിട്ട് വിജിലൻസ് എൻക്വയറി പ്രഖ്യാപിക്കപ്പെടുന്നു, അഥവാ അന്വേഷണം ആരംഭിക്കുന്നു. അത് DGPയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ. അതേ DGP അതേ തൊട്ടടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ADGPയെ തൊടുന്നില്ല. ADGPക്കെതിരായിട്ട് എല്ലാ അന്വേഷണം പോട്ടെ, ക്രമസമാധാനം മാറ്റതൊക്കെ പോട്ടെ, ഒരു വിജിലൻസ് എൻക്വയറിക്ക് പോലും DGPയുടെ ശുപാർശയിന്മേൽ നടത്താൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഈ ADGP ഒരു രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനും ഒരു നിധിയുടെ കലവറയുമാണ്. ഇദ്ദേഹത്തിനെ മാറ്റാൻ ഇപ്പൊ പിണറായി വിജയന് കഴിയില്ല. പിണറായിയും നിസ്സഹായനാണ്. അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി ഈ ചർച്ചയ്ക്ക് അങ്ങോട്ട് വഴിതിരിച്ചു വിടാം എന്നാണ് കരുതെങ്കിൽ അതല്ല. വളരെ വ്യക്തമാണ്, ഈ ADGPയെ മാറ്റിയാൽ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും തുറന്നു കാട്ടപ്പെടും, ആക്രമിക്കപ്പെടും, അറസ്റ്റ് ചെയ്യപ്പെടും. അന്വേഷണം പ്രഖ്യാപിക്കുന്നു, ആർക്കും നഷ്ടമില്ലല്ലോ അല്ലേ? DGPക്ക് താഴെയുള്ള വിജിലൻസ് ഡയറക്ടർ വിജിലൻസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു. ശരിയാണ്. ഒറ്റ നോട്ടത്തിൽ വിജിലൻസ് എൻക്വയറി നടക്കുകയല്ലേ, ADGPക്കെതിരായിട്ട് ആക്ഷൻ തുടങ്ങിയല്ലോ എന്ന് പറയുന്നു. എന്നാൽ ADGPയുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഇതിലേക്ക് വരുന്നില്ല. ADGP RSSനെ കണ്ടതും RSSന്റെ നിർദ്ദേശപ്രകാരം ഇപ്പുറത്തേക്ക് തിരിച്ചു വന്നതും രണ്ടു വട്ടം കണ്ടതും, രണ്ട് സ്ഥലത്ത് കണ്ടതും, രണ്ട് RSS പ്രമാണിമാരെ കണ്ടതും അന്വേഷിക്കുന്നില്ല. അന്വേഷിച്ചു പോയാൽ RSSന്റെ ഹൊസബലയെ ചോദ്യം ചെയ്യേണ്ടി വരും, RSSന്റെ രാമാധവനെ ചോദ്യം ചെയ്യേണ്ടി വരും. ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പിണറായി വിജയന് കഴിയില്ലല്ലോ, കഴിയത്തില്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞു തരാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് നേരിടേണ്ടി വരിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്ലസ് BJP RSS മുന്നണിയെ ആയിരിക്കും. 1977 ഇതേ പിണറായി വിജയൻ കൂത്തുപറമ്പിൽ മത്സരിച്ച അതേ മുന്നണിയായിരിക്കും ഞങ്ങൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരിക എന്നുള്ള കൃത്യമായ രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇന്നിപ്പോ P ജയരാജനെതിരെയും TV രാജേഷിനെതിരെയും അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ വിടുതൽ ഹർജി തള്ളുന്നു. CBI വരണം എന്ന് കോടതി അസന്ധിഗ്ധമായി പറയുന്നു. CBI എൻക്വയറി വരികയാണ്, അഥവാ വിചാരണ നടക്കാൻ പോവാണ്. CBI ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും വഴങ്ങാത്തൊരു കേസാണത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ആ ഉത്തരവ് വരുന്നതിന്റെ തലയ്ക്കും തലേ ദിവസം, ഒരു മിനിറ്റ് സാർ, ആ ഉത്തരവ് വരുന്നതിന്റെ തലയ്ക്കും തലേ ദിവസം ഒരു പുസ്തകം ആകാശത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പോലെ P ജയരാജൻ പ്രസിദ്ധീകരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ RSS എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത്, അഥവാ RSSന്റെ മീഡിയാസുകൾ ഇന്നലകളിൽ കേരളത്തെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് മറ്റൊരു തരത്തിൽ പ്രതിധ്വനിക്കുകയാണ്, വിളിച്ചു പറയുകയാണ് P ജയരാജൻ. P ജയരാജനെ ആരെങ്കിലും തിരുത്തതായിട്ട് നിങ്ങൾ കണ്ടോ? ജയരാജൻ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞോ? പറയേണ്ടതല്ലേ? അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂട്ടി വായിക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾക്കറിയാം, ഇന്ത്യ മുന്നണിയിൽ CPM ചേർന്നില്ല. എന്താ കാര്യം? ഇന്ത്യ മുന്നണിയിൽ പിന്നെ നമ്മുടെ യെച്ചൂരി സഖാവ് മരിച്ചു. ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉന്നതാധികാര സമിതിയിൽ അതിന്റെ സംഘടനാ സ്വഭാവം, മുന്നണിയുടെ സ്വഭാവം അങ്ങനെയല്ല എന്നൊരു നിലപാടുള്ളതുകൊണ്ട് മാറിയുന്നതാണ്. ഇന്ത്യ മുന്നണിയോട് പൂർണ്ണാർത്ഥത്തിൽ സഹകരിച്ചിട്ടുണ്ട്. തീർന്നില്ലല്ലോ. ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ആളിനെ വയ്ക്കാൻ തീരുമാനിച്ചു. ഓരോ പാർട്ടിയും പ്രതിനിധി അയക്കാൻ തീരുമാനിച്ചു. CPI പോലും അയച്ചു. CPM പ്രതിനിധി അയക്കേണ്ട തീരുമാനിച്ചു. എന്താ കാര്യം? ആ തെരഞ്ഞെടുപ്പിൽ
അങ്ങനെ വല്ലാതെ ഇന്ത്യ മുന്നണി അങ്ങോട്ട് കയറി ബി ജെ പി ശരി, ബാന്ധവം തന്നെ